നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയാണ് ഉണ്ടാക്കുന്നത്. തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച 1 കപ്പ് കടല, അര സവോള മുറിച്ചത്, 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 3 കപ്പ് വെള്ളം. ഇത്രയും സാധനങ്ങൾ നമുക്ക് കുക്കറിൽ വെച്ച് ഒരു വിസിൽ വരുമ്പോൾ കുറച്ച് വെച്ച് 10 മിനിറ്റും കൂടെ വേവിച്ചെടുക്കും. ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ 1/2 കപ്പ് തേങ്ങ, പകുതി സവോള അരിഞ്ഞത്, 10 കുരുമുളക്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് കുക്കറിൽ നമ്മളുടെ കടല നല്ല പാകത്തിന് വെന്തിരിപ്പുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകിട്ട്, കറിവേപ്പില, ഒരു വറ്റൽമുളക് മുറിച്ചത്, ഒരു 10 ചെറിയ ഉള്ളി വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, ഇത്രയും സാധനങ്ങൾ ചേർത്തൊന്ന് ബ്രൗൺ നിറമാകുന്നിടം വരെ വഴറ്റാം. വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇനി അതിൻ്റെ പാകത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഗ്രേവി കുറച്ചും കൂടി വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മളുടെ കടലക്കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ 1 കപ്പ് പുട്ടുപൊടി, 1/2 കപ്പ് തേങ്ങ, പാകത്തിന് ഉപ്പ്, 1 കപ്പ് വെള്ളം, ഇത്രയും ചേർത്ത് പുട്ടുപൊടി നന്നായി ഒന്ന് നനച്ചെടുക്കാം. ഇതുപോലെ പൊടിയായിട്ട് വരുന്നിടം വരെ, അതായത് നമ്മളൊന്ന് മുറുക്കി പിടിക്കുമ്പം അതങ്ങനെ ഇരിക്കുന്ന പാകത്തിൽ പുട്ടിൻ്റെ പൊടി നമുക്ക് നനച്ചെടുക്കാം. പുട്ടുകുറ്റിയിലേക്ക് കുറച്ച് തേങ്ങയിട്ട് ഈ പുട്ടുപൊടി ഇട്ട് കുക്കറിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നല്ല ആവി പറക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇപ്പം നമ്മളുടെ പുട്ടും കടലയും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പപ്പടവും കൂടി വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ലൊരു കോമ്പിനേഷനാണത്, പുട്ടും കടലയും പപ്പടവും.